നിയമനം പൂർണ്ണമായി ഒഴിവാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നത്. പാർലമെന്റ് നിയമം പാസാക്കി. പക്ഷേ സർക്കാർ സംസ്ഥാന സർക്കാർ ദേശവിരുദ്ധ ശക്തികളുടെ കയ്യിലെ കളിപ്പാവയായി മാറുന്നുവെന്നാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത്. ലോകസഭ പാസാക്കിയ ഒരു നിയമം, അതിനുമപ്പുറം ഈ ദിനത്തിന്റെ പ്രത്യേകത സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായി നിന്നവർ, അതിൽ പങ്കെടുത്തവർ മുഴുവൻ ഭാരതീയരും സ്വാതന്ത്ര്യ സമര വേളകളിൽ അവരാലപിച്ചത് അവരുടെ നാവിൻ തുമ്പിൽ എപ്പോഴും ഉണ്ടായിരുന്നത് വന്ദേമാതരമായിരുന്നു. ആ വന്ദേമാതരം ഒരു ദേശീയ ഗീതം ഈ സംസ്ഥാനത്ത് അത് ചൊല്ലണ്ട എന്ന നിർബന്ധം പിടിക്കുന്നവർ ആരെ പ്രീണിപ്പെടുത്താനാണ് ഈ തീരുമാനമെടുത്തതെന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. ഞങ്ങൾക്കൊരു കാര്യമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലം ഇത്തരം ദേശവിരുദ്ധ ശക്തികളുടെയും വിധ്വംസക പ്രവർത്തകരുടെയും ഭീകരവാദികളുടെയും കളിപ്പാവയായി മാറിയ പിണറായി സർക്കാരിന് നല്ല മുന്നറിയിപ്പ് കൊടുത്തു ഈ തെരഞ്ഞെടുപ്പ്. UDF-നും മലയാളി കേരള മക്കൾ ഇത്തരം ആൾക്കാരെ പ്രീണിപ്പെടുത്തുവാൻ വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ശക്തമായ തിരിച്ചടി കേരള സമൂഹം നൽകുമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇല്ല, ഇതിനകത്ത് ഒരു രാഷ്ട്രീയവും ഇല്ല. ഇതൊരു ദേശഭക്തി ഗാനം. ലോകസഭ പാസാക്കിയ ഒരു നിയമം ഒരു ഫെഡറൽ സംവിധാനത്തിൽ എല്ലാ സംസ്ഥാനങ്ങളും അംഗീകരിക്കേണ്ടതാണ്. നമ്മുടെ നിയമവ്യവസ്ഥയാണ്. സംസ്ഥാന സർക്കാർ വെല്ലുവിളിക്കുന്നത് ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ തത്വസംഹിതയാണ്, നിയമത്തെയാണ് ഈ ഗവൺമെന്റ് വെല്ലുവിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 60കളിൽ ഇടതുപക്ഷ മുന്നണിയുടെ EMSന്റെ ആദ്യത്തെ മന്ത്രിസഭയെ പിരിച്ചുവിടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു ഫെഡറൽ സംവിധാനത്തെ വെല്ലുവിളിച്ച് ഞാൻ അങ്ങനെ ആവർത്തിക്കുമെന്നല്ല പറയുന്നത്. പക്ഷേ ഇത്തരം ഫെഡറൽ തത്വസംഹിതകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഗവൺമെന്റിന് ഭൂഷണമാകാം. VD സതീശൻ ആരെയാണ് ഇത്രയധികം ഭയക്കുന്നത്? ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് ഇങ്ങനെ വേണ്ട എന്ന് വെക്കുന്നത്? ഇന്നലെ മുഖ്യമന്ത്രി പത്രക്കാരോട് എന്താ പറഞ്ഞത്? ഇന്ന് തീരുമാനിക്കും. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മുന്നിൽ കടുത്ത സമ്മർദ്ദം ഉണ്ടാവാം. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരെ നിയമിച്ച വാർത്തകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം ആൾക്കാരാണോ ഈ സംസ്ഥാനത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഇതുമായി ഫെഡറൽ സംവിധാനത്തെ വെല്ലുവിളിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. അത് പ്രതികരിക്കുക തന്നെ ചെയ്യും മലയാളി. അതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. BJP ഇതിനെ രാഷ്ട്രീയമായിട്ടല്ല കണക്കാക്കുന്നത്. വന്ദേമാതരം ചൊല്ലുന്നതിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ജനഗണമനയിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. അത് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ഈ രാജ്യത്തിന്റെ ദേശീയതയാണ്, ഈ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിലുള്ള വിശ്വാസ്യതയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്.